ഇന്ന് കേൾക്കുന്ന വചനം വിശ്വസിച്ചേറ്റെടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം വേഗത്തിൽ നടന്നു കിട്ടും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. നിങ്ങൾ എന്ത് നിയോഗത്തിലാണോ പ്രാർത്ഥിച്ചത് അത് വേഗത്തിൽ നടന്നു കിട്ടാൻ അത് കാരണമാകും. നമ്മുടെ നന്മയെ തകർക്കുന്ന ഒരാളെയും ജീവിതത്തിൽ കയറ്റാൻ അനുവദിക്കരുത്. അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം, ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ ഇടയാകല്ലേ. ദൈവഹിതമല്ലാത്ത ഒരു മനുഷ്യൻ്റെയും ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ വരാൻ ഇടയാകല്ലേ. ദൈവഹിതമല്ലാത്തതൊന്നും, ഒരു സ്ഥാനവും വേണ്ട, ഒരു പ്രശസ്തിയും വേണ്ട, ഒരു പ്രമോഷനും വേണ്ട, നല്ലത് വരാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നല്ല ദിവസത്തിന് നന്ദി പറഞ്ഞ് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ദൈവം നമുക്ക് തന്ന സമയമാണ്. ഈ സമയം ദൈവം നമുക്ക് തന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ദൈവം ഒരുക്കിയ അവസരവുമാണ്. ഈ തിരക്കിനിടയിലും പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെച്ച നിങ്ങളുടെ നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. പുഴ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? പുഴ പോലെയാണ് നമ്മുടെ ജീവിതവും. ഇങ്ങനെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. ആ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പലതും ആ പുഴയിലുണ്ട്. വലിയ കല്ലുണ്ട്, ചെറിയ കല്ലുണ്ട്, തടിക്കഷ്ണങ്ങളുണ്ട്, പലതും ആ പുഴയിലുണ്ട്. പക്ഷെ ആ പുഴ ഒരിക്കലും അവിടെ സ്റ്റക്കായി നിൽക്കത്തില്ല. അതിനെ മറികടന്ന് മുന്നോട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ജീവിതവും ഈ പുഴ പോലെയാകട്ടെ. മുന്നോട്ട് പോകാൻ പല തടസ്സമുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, പല പ്രതിസന്ധികളുണ്ട്, മുമ്പിൽ പല സൂചനകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും നമ്മൾ മുന്നോട്ട് ഒഴുകുകയാണ്. ജീവിതം മുന്നോട്ട് പോട്ടെ. ദൈവം കൈപിടിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. ഇന്ന് കേൾക്കുന്ന വചനം വിശ്വസിച്ചേറ്റെടുക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം വേഗത്തിൽ നടന്നു കിട്ടും. ഇന്ന് കേൾക്കുന്ന ആ വചനം, കേൾക്കാൻ പോകുന്ന വചനം വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. നിങ്ങൾ എന്ത് നിയോഗത്തിലാണോ പ്രാർത്ഥിച്ചത് അത് വേഗത്തിൽ നടന്നു കിട്ടാൻ, വേഗത്തിൽ അത് സാധിച്ചു കിട്ടാൻ അത് കാരണമാകും. എന്നോയിരോടു കലന്തേ എന്നോയിരേ നാനുമ്മേ തോതിപ്പേ എന്നോയിരേ നാനുമ്മേ തോതിപ്പേ. എല്ലാവരും ചേർന്ന് പാടുമോ? എന്നോയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു. എന്നോയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു. എന്നോയിരാണ് യേശു. എന്നോയിരോടു കലന്തേ എന്നോയിരേ നാനുമ്മേ തോതിപ്പേ എന്നോയിരേ നാനുമ്മേ തോതിപ്പേ. ആ രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാകട്ടെ, ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുന്നതാകട്ടെ.
പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. അത്ഭുത വിടുതലുകൾ സംഭവിക്കണമേ. കരങ്ങളെ താഴ്ത്തി എന്നോയിരോടു കലന്തേ എന്നോയിരേ നാനുമ്മേ തുതിപ്പേ എന്നോയിരേ നാനുമ്മേ തുതിപ്പേ. നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാകാം. ക്ഷമിക്കാനുള്ളവരോട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ക്ഷമിച്ച്, സ്നേഹിക്കേണ്ടവരെ കുറച്ചുകൂടി ഒന്ന് സ്നേഹിച്ച്, മനസ്സിലാക്കേണ്ടവരെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാകാം. ഈ പ്രാർത്ഥനയും ഈ ആരാധനയും ഈ ശുശ്രൂഷയും ദൈവം ഒരുക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി കൂടിയാണ്. കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാകാൻ, നല്ലൊരു മനുഷ്യനാകാൻ. ഒരാൾ മരിക്കുമ്പോൾ ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. അതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ചിലർ മരിക്കുമ്പോൾ പറയില്ലേ, അയാൾ മരിച്ചത് നന്നായി, അയാളൊരു ദുഷ്ടനായിരുന്നു, ആ കുടുംബം രക്ഷപ്പെട്ടു, ഈ നാട് രക്ഷപ്പെട്ടു. അതല്ല നമ്മൾ കേൾക്കേണ്ടത്, അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കുറച്ചുകൂടെ നല്ല മനുഷ്യനാകാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഈ സ്ഥലത്ത് ഇന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ 3-ാം വെള്ളിയാഴ്ച ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ ആളുകളെയൊക്കെ കാണാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. എല്ലാവരെയും കാണാൻ ഒത്തിട്ടില്ല. കാരണം അതിൻ്റെ സമയവും സാഹചര്യവും നിങ്ങൾക്കറിയാം. ഒരാളെ കാണുമ്പോൾ 3, 5, 6 മിനിറ്റൊക്കെ എടുക്കും. ഒന്ന് അവരുടെ വിഷയം കേട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുമ്പോൾ ഇച്ചിരി സമയമാകും. എങ്കിലും ഇന്നലെയും ഇന്നും പറ്റുന്നിടത്തോളം വ്യക്തികളെ, കുടുംബങ്ങളെ സാധ്യമായിടത്തോളം വേഗത്തിൽ കണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. നന്ദി പറയുകയാണ്. ഇന്ന് ദൈവവചനം കേൾക്കാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരാഘോഷമല്ല. ആഘോഷങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട്ടിൽ കല്യാണം ഒരാഘോഷമായി നടക്കും, പള്ളിപ്പെരുന്നാൾ ഭയങ്കര ആഘോഷമായി നടക്കും. ഇതൊരാഘോഷമല്ല, ഇതൊരു ശുശ്രൂഷയാണ്, ഇതൊരു പ്രാർത്ഥനയാണ്. ആഘോഷം കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മുറ്റത്ത് കെട്ടിയ പന്തൽ അഴിക്കും, വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന ചെമ്പും പാത്രവും ചുമന്നുകൊണ്ട് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോവും. പിന്നെ എല്ലാം ശൂന്യമാവും. ആൾക്കാരെല്ലാം പോയി ആ വീട്ടിലെ 4, 5, 6 പേര് അവശേഷിക്കും. പിന്നെ ആ വീട് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കാൻ 2-3 ദിവസം എടുക്കും. മുറ്റത്ത് അഴുക്ക് കിടക്കുന്നു, പലതും വേസ്റ്റൊക്കെ കിടന്നതിൻ്റെ ദുർഗന്ധമുണ്ട്. ഒരാഴ്ചയെടുക്കും വീടൊന്ന് പഴയ പോലെ ആകാൻ. ആഘോഷം നടന്നു കഴിയുമ്പോൾ പന്തൽ അഴിക്കും, വാടകയ്ക്കെടുത്തുകൊണ്ട് വന്ന ചെമ്പും പാത്രവും ചുമന്നുകൊണ്ട് പോകും. ആഘോഷങ്ങൾക്കപ്പുറം അങ്ങനെയാണ്. എന്നാൽ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്നും അഴിക്കുവല്ല, ഒന്നും എടുത്തുകൊണ്ട് പോവുമല്ല, ചില നന്മകൾ അതിനുശേഷം തൊട്ട് കയറി വരാൻ തുടങ്ങും. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ഓരോ സാക്ഷ്യവത. പന്തലഴിക്കില്ല, കൊണ്ടുവന്ന ചെമ്പും പാത്രം എടുത്തുകൊണ്ട് പോവില്ല. ആളുകളങ്ങ് പോയാലും നാളെ ഒരു സാക്ഷ്യം പറയാൻ സന്തോഷത്തോടെ ഇതേ മനുഷ്യർ സന്തോഷമുള്ള മുഖത്തോട് കയറി വരും. അതുകൊണ്ട് ഇത് ആഘോഷമല്ല, ഇത് മനസ്സുരുകിയുള്ളൊരു പ്രാർത്ഥനയാണ്. നല്ല വെയിലൊക്കെ ഉള്ളപ്പം ഒരു മരം എന്തൊക്കെ തരും?
തണലും തരും, തണുപ്പും തരും. ഇത് രണ്ടും ഈ സ്ഥലത്ത് നിന്ന് ദൈവം കൊടുക്കുന്നുണ്ട്. പല മനുഷ്യർക്കും ഇതൊരു തണലാണ്. പലരും അനുഭവിക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ തണുപ്പാണ്. അതൊരു ദൈവപ്രവൃത്തിയാണ്. ഒരു സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ജീവിതം കുറേ കൂടി മനോഹരമാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാ സൈഡിലും, താഴത്തെ ചാപ്പലിലും മുറ്റങ്ങളിലും വരാന്തയിലും നിന്നും ഇരുന്നും പുറകിലും മുമ്പിലും ഒക്കെയുമായി വചനം കേൾക്കുന്ന എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല മനസ്സോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് സഹായിക്കും. ഈ വചനവും പ്രാർത്ഥനയും ഒക്കെ എന്തിനെന്നറിയോ? കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാകാൻ, കുറച്ചുകൂടെ നല്ലൊരു മനുഷ്യനാവുക. വലിയ പ്രാർത്ഥനക്കാരനൊന്നും ആയില്ലേലും, വലിയ ഭക്തിക്കാരനൊന്നും ആയില്ലേലും കുറച്ചുകൂടെ നല്ല മനുഷ്യനാവുക. അതൊരു ഭക്തിയാണ്. ഭക്തിയുടെ അടയാളങ്ങൾ വർദ്ധിച്ചില്ലെങ്കിലും നല്ല മനസ്സ് നമുക്കുണ്ടാകട്ടെ. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും മറ്റൊരാളെ കുറച്ചുകൂടെ സ്നേഹിച്ചും നല്ല മനുഷ്യരാകാൻ ദൈവം ഭാഗ്യം തരട്ടെ. ഇന്ന് വചനം പറയുമ്പോൾ ഈ വചനം പറയുന്നത് നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ എന്തു ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഇതൊരു വലിയൊരു കാര്യമാണ്. നിങ്ങളോട് എല്ലാവരും ഒരു ചോദ്യം പോലെ ചോദിക്കട്ടെ. ഈ വചനം പറയുന്നതിന് മുമ്പ്, നിങ്ങളുടെ വീട്ടിൽ പല മരങ്ങളുണ്ട്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, പൂക്കൾ കായ്ക്കുന്ന നല്ല ചെടികളുണ്ട്. വെള്ളവും വളവും ഇടുന്നത് ഇലയിലാണോ, ചുവട്ടിലാണോ, വേരിലാണോ? നമ്മൾ വളവും വെള്ളവും ഇടുന്നത് അതിൻ്റെ വേരുള്ള ഭാഗത്ത് അല്പം മാറ്റിയാണ്. വേരിൻ്റെ ഭാഗത്ത് വെള്ളവും വളവും ഒഴിച്ചാലുള്ള ഗുണമെന്താ? ആ ചെടിയുടെ എല്ലാ ഭാഗത്തും അതെത്തിയിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ വേരുകളാണ്. അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഏത് ഡ്യൂട്ടി ആയിക്കോട്ടെ നിങ്ങളുടേത്, ഓരോ വേരുകളാണിത്. അവിടെയാണിന്ന് ദൈവവചനമാകുന്ന വെള്ളവും വളവും ഒഴിച്ചു തരുന്നത്. നിങ്ങളുടെ വീട്ടിലെല്ലാവരിലും ഇതെത്തണം. നിങ്ങളുടെ മക്കളിൽ ഇതെത്തണം. വേരിൻ്റെ ഭാഗത്ത് വെള്ളവും വളവും ഒഴിച്ചാൽ വേര് വലിച്ചെടുത്ത് അതിൻ്റെ എല്ലാ ഇലയിലും കമ്പയിലും ഫലത്തേലും എല്ലാം അതെത്തിച്ചിരിക്കും. നിങ്ങളാണ് ആ ഓരോ വേരുകളും. ഇനി മറിച്ച് വെള്ളവും വളവും അതിൻ്റെ ഇലയിലാണ് ഒഴിക്കുന്നതെങ്കിലോ വലിയ കഥയൊന്നുമില്ല. വേരിലാണെങ്കിൽ എല്ലാ വേരുകളും അത് ഒരുപോലെ വലിച്ചെടുത്ത് എല്ലാ ഭാഗത്തും എത്തും. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ കേൾക്കുക, യുവതി-യുവാക്കൾ കേൾക്കുക. നിങ്ങൾ ഈ കേൾക്കുന്ന വചനം വലിച്ചെടുത്ത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവരാകണം. നിങ്ങൾക്കുള്ള ഓരോ അനുഗ്രഹവും ഇവിടെ വച്ച് മറന്നുപോയേക്കല്ല്. അത് ഊർത്തി എടുത്തോണ്ട് വേണം പോകാൻ. വെറുതെ വന്ന് എന്തൊക്കെയോ പാടി എന്തൊക്കെയോ പങ്കെടുത്തു പോകരുത്. നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് പോകണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം ഒരപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് പറയാൻ ആഗ്രഹിക്കുവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇലയിലല്ല വളം ഇടേണ്ടത്, അതിൻ്റെ തണ്ടയിലല്ല വളമിടേണ്ടത്, അതിൻ്റെ പൂവിലല്ല വളവും വെള്ളവും ഒഴിക്കേണ്ടത്, അതിൻ്റെ ചുവട്ടിലാണ്. അത് വലിച്ചെടുത്ത് എല്ലായിടത്തും എത്തണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടണം. വിശ്വസിച്ചൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വായിക്കാം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യം. ഹെരോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സഖറിയ എന്നൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു അപ്പനെക്കുറിച്ചും ഒരു പള്ളിയിലച്ഛനെക്കുറിച്ചുമാണ്.
വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരു പുരോഹിതനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹേറോദോസ് യൂദാ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു, ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് താഴെ എഴുതിയിട്ടുണ്ട്. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ്. ഭർത്താവായ പുരോഹിതൻ്റെ പേര് സക്കറിയ എന്നാണ്. പക്ഷെ അവരുടെ പ്രാർത്ഥന മറുപടി കിട്ടാത്തൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. ഇനി അവർക്ക് ദൈവം മക്കളെ കൊടുത്തപ്പോൾ ആ വേര് ക്ലിയർ ആയതുകൊണ്ട് മക്കളെ കൊടുത്തപ്പോൾ ഏറ്റവും നല്ലതിനെയാണ് ദൈവം കൊടുത്തത്. ആമേൻ. മാതാപിതാക്കൾ എന്ന നിലയിൽ ആ വേര് നല്ലതാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏറ്റവും നല്ലവരായി മാറും. ആമേൻ. ഹല്ലേലൂയ. വേരിൽ, അതുകൊണ്ടാണ് പറഞ്ഞ വേരുള്ള ഭാഗത്ത് ഇന്ന് വളവും വെള്ളവും പ്രാർത്ഥനയും ദൈവസ്നേഹവും തരുവാണ്. അതെല്ലായിടത്തും എത്തണം. ആമേൻ. നിങ്ങളുടെ മക്കളിൽ, കൊച്ചുമക്കളിൽ എല്ലാവരിലും എത്തണം. അത് അനുഗ്രഹമായിട്ട് വരും. വീടൊന്നാകെ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. എഴുതിയിട്ടുണ്ട്, അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവന്റെ ഭാര്യ. ഇനി അവരെ രണ്ടുപേരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർ ദൈവത്തിന്റെ വാക്ക് കേട്ട് നടക്കുന്നവരായിരുന്നു. ആരൊക്കെ? ഈ സക്കറിയായും എലിസബത്തും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്തും പ്രാർത്ഥിച്ചും ദൈവവചനം ധ്യാനിച്ചും ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുത്തും ജീവിക്കുന്നവരായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിരുന്നു. അവർക്ക് എന്തില്ലായിരുന്നു? അവർക്ക് തലമുറകളില്ലായിരുന്നു. ഇതിനകത്തുമുണ്ട് മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ. ഇന്നൊരു അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മകന് വിവാഹം കഴിച്ച് അവരെത്ര വർഷമായി, അവർക്ക് പിള്ളേരൊന്നുമില്ല, അവർക്ക് മക്കളായിട്ടില്ല, അവർക്ക് ഒത്തിരി സങ്കടമുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. മക്കളില്ലാത്തവർക്ക് വേണ്ടി കൂടി ഇന്ന് പ്രാർത്ഥിക്കുവാണ്. ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ. നാട്ടുകാർ പലരും ചോദിക്കും, ഈ പള്ളിയിൽ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങളും ഭാര്യയും വലിയ പള്ളിക്കാരും പ്രാർത്ഥനക്കാരുമാണല്ലോ, നിങ്ങൾക്ക് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നേരമില്ലല്ലോ, എപ്പം നോക്കിയാലും ഭക്തിയും പ്രാർത്ഥനയായിട്ട് നടപ്പാണല്ലോ, എന്നിട്ട് നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ദൈവം ഇടപെട്ടില്ലല്ലോ. ഇവിടെ പള്ളിയിൽ പോകാത്തവനും പ്രാർത്ഥിക്കാത്തവനും വരെ മക്കളുണ്ട്. ഇവിടെ ഒരു പള്ളിയിലും ഒരു പ്രാർത്ഥനയും പോകാത്തവർക്കും ഒക്കെ മക്കളായിട്ടുണ്ട്. അല്ല, നിങ്ങളിപ്പോൾ ഈ പള്ളിയിൽ തന്നെയാണ് കിടപ്പും ഇരിപ്പും നടപ്പും, എപ്പോഴും പ്രാർത്ഥനയാണ്. എഴുതിയിട്ടുണ്ട്, ദൈവഭക്തരായിരുന്നു, പക്ഷെ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര സങ്കടമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ സങ്കടമാണ്, അവർക്ക് മക്കളില്ലല്ലോ, ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് മറുപടി കിട്ടിയില്ലല്ലോ, ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? പല വിഷമങ്ങളും ഉണ്ടായിരുന്നു. അടുത്ത ഭാഗം, എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ. ഈ വാക്ക് ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, ഇതിനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വായിച്ച മലയാള വാക്ക് വചനം ശ്രദ്ധിച്ചോ. 8ാമത്തെ വാക്യം, തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ. അവിടെ ആ വാക്ക് ഇതിനു മുമ്പും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷ നടത്തി വരവേ. ആ എന്ത് മലയാള വാക്കാണ്? ശുശ്രൂഷ നടത്തി വരവേ. വരവേ, അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു, നിങ്ങൾ വലിയ പള്ളിയും പള്ളിക്കാരും ഒക്കെ ആണല്ലോ, പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് മക്കളൊന്നും ഇല്ലല്ലോ എന്ന് പല വിധത്തിൽ പലരും കളിയാക്കിയപ്പോഴും വിമർശിച്ചപ്പോഴും പ്രാർത്ഥനയോ ശുശ്രൂഷയോ നിർത്തിയിട്ടില്ല. ആമേൻ. നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഇതിൻ്റെ പുറകെ ഞാൻ പോകുന്നില്ല, ഞാൻ മടുത്തു, നിർത്തുവാണ്, ഞാൻ സ്റ്റോപ്പാക്കുക, എനിക്ക് വിശ്വാസമൊക്കെ പോയി എന്ന് നമ്മൾ മനുഷ്യരെന്ന നിലയിൽ പറഞ്ഞു പോകും.
ഇവിടെ ഇവർ രണ്ടുപേരെ നോക്കൂ, അവർ പറയുവാണ് ശുശ്രൂഷ നിർത്തിയിട്ടില്ല. അവർ പ്രാർത്ഥന നിർത്തരുത്, ശുശ്രൂഷ നിർത്തരുത്. ആമേൻ. അതിനൊരു അനുഗ്രഹം ദൈവം കരുതി വച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നു. ഉണ്ട്. ഈ വേര് നല്ലതായോണ്ട് ഏറ്റവും നല്ലൊരു തലമുറയെ ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് ഇനി പറയാൻ പോവുകയാണ്. ഏറ്റവും നല്ലൊരു തലമുറയെ ദൈവം കൊടുത്തു. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തന്നായിരിക്കും ദൈവം അനുഗ്രഹിക്കുന്നത്. വിശ്വസിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എനിക്ക് പലരും കളിയാക്കും, ഭക്തിക്കാരൻ, പ്രാർത്ഥനക്കാരൻ, എപ്പോഴും ധ്യാനമാന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഓട്ടവാ. എന്നിട്ട് പുള്ളിക്ക് എന്ത് കിട്ടി? ഏറ്റവും നല്ലത് ദൈവം നമുക്ക് തരും. ദൈവം തരുന്നത് എപ്പോഴും ഏറ്റവും നല്ലതായിരിക്കും. ആയിരിക്കുമോ? ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വന്ന ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ കുടുംബത്തിലെ ഒരു വിവാഹം മുടങ്ങിപ്പോയി. അദ്ദേഹം ഭയങ്കര ഡൗണായി. അയ്യോ, എൻ്റെ കൊച്ചിൻ്റെ വിവാഹം മുടങ്ങിപ്പോയി, അത് നടന്നില്ല. ഞങ്ങൾ കുറച്ച് പേരോടൊക്കെ പറഞ്ഞായിരുന്നു, ഞങ്ങൾ എങ്ങനെ നോക്കും. ഞങ്ങൾ അവിടെ പറഞ്ഞു, ആ അച്ഛനോട് പറഞ്ഞു, ചിലരെ വിളിച്ചായിരുന്നു. ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ഈ വാക്ക് അവരോട് പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. സാരമില്ല, ദൈവം ഏറ്റവും നല്ലതിനെ അപ്പുറത്ത് കരുതി വച്ചിട്ടുണ്ട്. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയും, എന്തേലും കാര്യം ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, നടന്നില്ല, അതങ്ങ് ജയിച്ചില്ല, അത് ശരിയായില്ല, അയ്യോ എല്ലാം അവസാനിച്ചു, ഫുൾ സ്റ്റോപ്പായി, ഷട്ടറിട്ട് അടയ്ക്കണ്ട. ഏറ്റവും നല്ലത് തരാനായിരിക്കും അത്. ആ വ്യക്തി സാക്ഷ്യം പറഞ്ഞെന്നറിയാമോ? ഭയങ്കര ഡൗണായിരുന്നു. ഈ മുറ്റത്തൂടെയൊക്കെ കുറേ പ്രാവശ്യമൊക്കെ നടന്നയാളാണ്, പല പ്രാവശ്യം നടന്നയാളാണ്. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയത് ഏറ്റവും നല്ലതിനെയാണ്. നമ്മൾ നാളെ ഒരു സമയത്ത് തിരിഞ്ഞു നിന്ന് പറയാനിടവരും, അത് മാറിപ്പോയത് നന്നായി, അത് നടക്കാതിരുന്നത് നന്നായി, ദൈവം അതിനേക്കാൾ നല്ലത് എൻ്റെ ജീവിതത്തിൽ തന്നല്ലോ. ദൈവത ഉറപ്പാണ്. ഏറ്റവും നല്ലതിനെ, ചില വിഷമങ്ങളും ചില സങ്കടങ്ങളും ഏറ്റവും നല്ലത് നിനക്ക് കിട്ടാൻ ദൈവം നിന്നെ ഒരുക്കുന്നതാണെങ്കിലോ ദൈവം ഒരുക്കും. ദൈവം നമ്മളെ ഏറ്റവും നല്ലത് കിട്ടാൻ ദൈവം ചിലപ്പോൾ നമ്മളെ ഒരുക്കും. ഏറ്റവും നല്ല ജോലി. നിങ്ങളിവിടെ ഇരുന്ന് പണ്ടൊക്കെ നമ്മൾ പറയില്ലായിരുന്നോ, പ്രാർത്ഥിക്കുന്ന നമുക്കൊരിക്കലും പിശുക്ക് പാടില്ല, പിശുക്ക് പാടില്ല. നമ്മൾ ക്രിസ്ത്യാനികൾ ജന്മസിദ്ധമായി ഇച്ചിരി പിശുക്കന്മാരാണ്. ഇച്ചിരി എല്ലാവർക്കും പിശുക്കുണ്ട്, എല്ലാത്തിനും ഒരു പേടിയുണ്ട്. നമ്മളില്ലാതെയും കഷ്ടപ്പെട്ടൊക്കെ വളർന്നുകൊണ്ടാണ് ആ പിശുക്ക്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലും ആ പിശുക്കുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചിലരൊക്കെ പ്രാർത്ഥിക്കും, ഒരു ചെറിയ വീടുണ്ടായിരുന്നെങ്കിൽ, ഒരു പഴയ കാറ് കിട്ടുമായിരുന്നെങ്കിൽ, എങ്ങനെയേലും കല്യാണം നടന്നായിരുന്നെങ്കിൽ. അങ്ങനൊന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. ഏറ്റവും നല്ലത് എനിക്ക് തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കണം. കാനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ തൽക്കാലം ഒന്ന് കലക്കി മുന്തിരി പിഴിഞ്ഞ് മുന്തിരിയുടെ വെള്ളമാണോ കൊടുത്തത്, അതോ നല്ല വീഞ്ഞാണോ കൊടുത്തത്? എന്താ കൊടുത്തത്? ആ കല്യാണ വീട്ടിൽ ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നു. വീഞ്ഞ് തീർന്നു പോയി, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു 10 കിലോ മുന്തിരി കൊണ്ടുപോവാ, ചുമ്മാ എല്ലാം കൂടെ കൂട്ടി പിഴിഞ്ഞ് കുറച്ച് പഞ്ചസാരയിട്ട് കലക്കി അരിച്ച് ഒരു മുന്തിരി വെള്ളം കൊടുത്താൽ പോരായിരുന്നു. വീഞ്ഞ് തീർന്നു പോയി അതുകൊണ്ടാന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ കൊടുത്തത് മുന്തിരി പിഴിഞ്ഞ വെള്ളമല്ല, വർഷങ്ങളിരുന്നാൽ കിട്ടുന്ന ഒന്നാണ് നല്ല വീഞ്ഞ്. അവിടെ എഴുതിയിട്ടുണ്ട്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചു എന്ന്. നല്ല വീഞ്ഞ് അവിടെ എവിടെ സൂക്ഷിച്ചു വച്ചത്? ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്ന എനിക്കും ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്കും ഏറ്റവും നല്ലതിനെ ദൈവം സൂക്ഷിച്ചു വയ്ക്കും. ദൈവം ഏറ്റവും നല്ലത് തരാനാ ഇഷ്ടപ്പെടുന്നത്. വിശ്വസിക്കുന്നു. നല്ല വീട് ലഭിക്കാനിടയാകണേ, നല്ലൊരു ജോലി ലഭിക്കണേ, നല്ലതുപോലെ ആ കാര്യങ്ങളൊന്ന് ഭംഗിയാക്കി തരണമേ, നല്ലൊരു ആയുസ് എനിക്ക് തരണമേ, നല്ല ആരോഗ്യം എനിക്ക്. എല്ലാ പ്രാർത്ഥനയ്ക്കും
നല്ലതെന്ന് ചേർത്തോണം. നല്ല ബന്ധം എനിക്ക് തരണേ, ഹല്ലേലൂയ. നല്ലൊരു മകനെ എനിക്ക് എൻ്റെ മകൾക്ക് ഭർത്താവായിട്ട് തരണേ, എൻ്റെ മകന് നല്ലൊരു ഭാര്യയെ കൊടുക്കണം, നല്ലൊരു പെൺകുട്ടിയെ കൊടുക്കണമേ, എനിക്ക് നല്ല ഭാവി, എനിക്ക് നല്ല ശുശ്രൂഷ തരണമേ, നല്ല വീട് എനിക്ക് തരണമേ, നല്ലൊരു വാഹനം എനിക്ക് തരണമേ. ആരും ചിന്തിക്കരുത് ദൈവം പഴയതൊക്കെ തരുന്നതാണെന്ന്. പണ്ടൊരാൾ പ്രസംഗിച്ച് കേട്ടപ്പോൾ പറഞ്ഞതാണ്, ദൈവത്തിന് ആക്രി കച്ചവടം ഇല്ല. എന്തില്ല? ഈ പഴയത് കൊടുക്കുന്ന ഈ കച്ചവടം ഇല്ല. ദൈവം ഏറ്റവും നല്ലത് തരുന്നയാളാണ്. നമ്മൾ ആക്രിക്കടയിൽ നിന്ന് കിട്ടുന്ന പഴയ സാധനം, പഴയ വണ്ടി തരണേ, പഴയത് എന്തേലും തരണേ, ദൈവം ആക്രി കച്ചവടം നിർത്തി. അതില്ല. ഏറ്റവും നല്ലത് തരുന്നൊരു ദൈവം നമുക്കുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം തരണമേ. ആദ്യം പ്രാർത്ഥിക്കേണ്ടതാണ് ആരോഗ്യമുള്ള ശരീരം. എനിക്ക് നല്ല ആയുസ് തരണമേ, നല്ല ദീർഘായുസ് തരണമേ, എനിക്ക് നല്ലൊരു ഭവനം തരണമേ, എനിക്ക് നല്ലൊരു ജീവിതം തരണമേ. നല്ലത് തരും ദൈവം. പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുക, നല്ലത് തരുന്ന ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കണ്ണുകളൊന്ന് അടച്ചേ. സക്കറിയായും എലിസബത്തും നല്ല ഭക്തന്മാരും ദൈവവഴിക്ക് നടന്നവരുമാണ്. പക്ഷെ അവർക്ക് മക്കളെ കൊടുത്തില്ല. പലർക്കും മക്കളായി, കൊച്ചുമക്കൾ വരെയായി. പക്ഷെ ഇവർക്ക് മക്കളെ കൊടുത്തിട്ടില്ല. പലരും കളിയാക്കി, നിങ്ങളുടെ കാര്യവും ശരിയായില്ലല്ല, നിങ്ങളുടെ കാര്യമൊന്നും ആയില്ലല്ലേ, കഷ്ടമുണ്ട് കേട്ടോ. നാട്ടുകാർ മുഴുവൻ അയ്യോ പാവം പറയാൻ തുടങ്ങി. പക്ഷെ കൊടുത്തപ്പോൾ ഏറ്റവും നല്ലൊരു മകനെയാ ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചത്. ഏറ്റവും നല്ലത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും ഏറ്റവും നല്ലത് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. 300-ലധികം ആളുകളുടെ പേര് പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ചു. അവർക്കൊക്കെയും ഏറ്റവും നല്ലത് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ ഏറ്റവും നല്ല വിവാഹങ്ങൾ നടക്കണമേ, നല്ല ഭവനത്തെ കൊടുക്കണമേ, നല്ല ജീവിതം കൊടുക്കണമേ. ഹല്ലേലൂയ. ഇങ്ങോട്ടേക്ക് ആളെ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന വർഗീസ് ചേട്ടൻ പറയുമായിരുന്നു, എൻ്റെ മകന് അമേരിക്കയിലായിരുന്നു, ഭയങ്കര പ്രതിസന്ധി ഉണ്ടായി, എനിക്ക് ഭയങ്കര കഷ്ടമായി, എപ്പോഴും എന്നെ കാണുമ്പോൾ പറയുമായിരുന്നു. പക്ഷെ ഇന്നലെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ മകന് അമേരിക്കയിൽ ആമസോൺ കമ്പനിയിൽ വിചാരിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള നല്ല ഒരു ജോലിയാണ് ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷമായി, നന്ദി പറയാനുണ്ട് എന്നോട് പറയുകയുണ്ടായി. ഇവിടെ നീ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്ന വർഗീസ് ചേട്ടൻ പറഞ്ഞു, എൻ്റെ മകന് ഏറ്റവും നല്ല ജോലി കൊടുത്തു. ശുശ്രൂഷ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് പറയാം, ഏറ്റവും നല്ലത് നൽകി ദൈവം എന്നെയും നിങ്ങളെയും വേഗത്തിൽ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഏറ്റവും നല്ലത്. വിശ്വസിക്കുന്നോ ഇതൊക്കെ? ഇപ്പം ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ, അത് ഏറ്റവും നല്ല ശുശ്രൂഷയായിട്ട് ദൈവം തന്ന കണ്ടോ. അത് ഈ കാട്ടിൽ, അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത എനിക്ക്, വലിയ നല്ല വീട്ടിലൊന്നും ജനിക്കാത്ത എനിക്ക്, സാധാരണ പോലെ ജീവിച്ച് എനിക്ക്, അത്ര കൊള്ളാവുന്ന ഒരാളൊന്നും അല്ല ഞാൻ, അത്ര പെർഫെക്റ്റായ ഒരാളല്ല, ഒരു സാധാരണ മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഞാനിങ്ങനെ ഓർക്കും, ഈ ഒരു ശുശ്രൂഷ, ഏറ്റവും നല്ലൊരു ശുശ്രൂഷ ദൈവം എനിക്ക് നൽകി. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണോ, പ്രാർത്ഥനയോടെ നിൽക്കുന്നവരാണോ, ഏറ്റവും നല്ലതായിരിക്കും ദൈവം എനിക്ക് തരാൻ പോകും. ഏറ്റവും നല്ലത്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാലും ശരിയാകണേ, എങ്ങനെയാലും നടക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ലത്. ഇപ്പൊ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച്, ഇതൊരു അനുഗ്രഹത്തിന്റെ തുടക്ക സ്ഥലമായി മാറട്ടെ, ഇതൊരു വിടുതലിന് തുടക്ക സ്ഥലമായി മാറട്ടെ. ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, നല്ല മക്കൾ, നല്ല ജീവിത പങ്കാളി, നല്ല ആരോഗ്യം, നല്ലൊരു രാജ്യത്ത് പോകാൻ, നല്ലൊരു ജോലി കിട്ടാൻ, നല്ലൊരു ശമ്പളം ഉണ്ടാകാൻ, നന്നായിട്ട് പഠിക്കാൻ, എല്ലാ അനുഗ്രഹവും ഇരുന്നു കൊണ്ട് തന്നെ. കരങ്ങൾ അല്പം ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? സാധ്യമാണെങ്കിൽ മാത്രം മതി. പറ്റുന്നതുപോലെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്
ഏറ്റവും നല്ല ഒരു ശുശ്രൂഷ തരണമേ. ഏറ്റവും നല്ലതുപോലെ വചനം പറയാൻ പറ്റണമേ. ഏറ്റവും നന്നായി പാടാൻ കൃപ തരണമേ. ഏറ്റവും നല്ലൊരു വീട് എനിക്ക് തരണമേ. ഏറ്റവും നല്ലൊരു ബന്ധം എനിക്ക് തരണമേ. ഏറ്റവും നല്ല ആരോഗ്യം എനിക്ക് തരണമേ. ഏറ്റവും നല്ലൊരു വീട് എനിക്ക് തരണം. വാഹനം എനിക്ക് തരണം. ജോലി എനിക്ക് തരണം. വിവാഹം നടക്കണം. ഏറ്റവും നല്ലതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഏറ്റവും നല്ലതിന് വേണ്ടി പ്രാർത്ഥിച്ചേ. വളവും വെള്ളവും ചെടിയുടെ മരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വേര് വലിച്ചെടുത്ത് എല്ലായിടത്തും എത്തിക്കുന്നത് പോലെ ഈ വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് മുഴുവൻ എത്താൻ, നിങ്ങളുടെ കുടുംബം മുഴുവൻ നിറയാൻ, നിങ്ങളുടെ മക്കളിലും കൊച്ചുമക്കളിലും അതെത്താൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തട്ടെ. ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ ഇൻ ജീസസ്. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഏറ്റവും നല്ലതിനെ, ഏറ്റവും നല്ലതിനെ, ഏറ്റവും നല്ലതിനെ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യൂ. ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ വരണം. ഏറ്റവും നല്ലത്. ഒരു മരത്തിൻ്റെയോ ചെടിയുടെയോ ചുവട്ടിൽ വളവും വെള്ളവും ഒഴിച്ചാൽ ഏറ്റവും നല്ലത് അതേ വരും. നല്ല പൂ കായ്ക്കും, നല്ല ഫലം അതേലുണ്ടാവും. എന്തിലായാലും, മാവായാലും തെങ്ങായാലും കവുങ്ങായാലും ഏറ്റവും നല്ലത് അതേ വരും. വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത് ചോട്ടില്ല, ഏറ്റവും നല്ലത് അതേ കായ്ച്ചത്. നിങ്ങളും വേരാണ്, നിങ്ങളുടെ വീടിൻ്റെ വേരാണിതെല്ലാം. നിങ്ങളുടെ തലമുറകളുടെ വേരാ ഇവിടെ ഇരിക്കും. ഈ വേരിൻ്റെ ചോട്ടിലാണ് വെള്ളവും പ്രാർത്ഥനയും വചനവും ഒഴിച്ചു തരുന്നത്. നിങ്ങളുടെ മക്കളിൽ, കൊച്ചുമക്കളിൽ ഏറ്റവും നല്ലതായിട്ടത് കായ്ക്കും. ഏറ്റവും നല്ലതായിട്ട് അതിങ്ങനെ നന്മയായിട്ട് വരുന്നത് കണ്ട് സന്തോഷിക്കാനിട വരും. ഏറ്റവും നല്ലത്. ഇനി വായിക്കാം. ശുശ്രൂഷ നിർത്തിയില്ല. ഇനി 9-ാമത്തെ വാക്യം. പൗരോഹിത്യ വിധിപ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. പ്രാർത്ഥിക്കാൻ ഒരവസരം കിട്ടി. കുറിയിട്ടിട്ട് ആൾക്കാരെ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറയുക. ഇവിടെ ഓരോ ദിവസവും കുർബാന ചെല്ലുന്ന ഓരോ വൈദികരാണ്. ഓരോരുത്തരും അടുത്ത വെള്ളിയാഴ്ച വേറൊരാൾ, അടുത്ത വെള്ളിയാഴ്ച വേറൊരാൾ. അപ്പോൾ നമ്മൾ വിളിച്ചു പറയുന്ന അനുസരിച്ച് അത് ക്രമീകരിക്കുന്നത്. ഇതുപോലെ സക്കറിയ എന്ന പുരോഹിതൻ പറയുക, ദേവാലയത്തിൻ്റെ മധുബഹയിൽ കയറി, അൾത്താരയിൽ കയറി ധൂപാർപ്പണത്തിന് എനിക്കൊരു ഭാഗ്യം കിട്ടി, എനിക്കൊരവസരം കിട്ടി. അങ്ങനെ ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സക്കറിയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സമൂഹം അപ്പുറത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി. അവിടെ വച്ച ദൈവം ഇടപെട്ടത്. വീട്ടിൽ വെച്ചല്ല, പറമ്പി വെച്ചല്ല, ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നത്. ഒരു പക്ഷേ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്തായിരിക്കും നാളുകളായി, വർഷങ്ങളായി, മാസങ്ങളായി, ദിവസങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു വിഷയത്തിൻ്റെ മേൽ ഇന്ന് ദൈവം ഇടപെടുന്നതെങ്കിലോ. സക്രിയയ്ക്ക് അങ്ങനെ ആയിരുന്നു. സക്രിയ അന്ന് പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അന്ന് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ഇന്ന് ആദ്യം വന്നവരായിരിക്കും, ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നവരായിരിക്കും. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സക്രിയായുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഒരു അത്ഭുത ഇടപെടൽ സംഭവിക്കട്ടെ. സക്രിയയ്ക്ക് പറമ്പി വെച്ചാണോ, പട്ടണത്തിൽ വെച്ചാണോ, കല്യാണ വീട്ടിൽ വെച്ചാണോ, ഇത് പള്ളിക്കകത്ത് വച്ച് ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി. അടുത്ത ഭാഗം വായിച്ചേ. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ഇത് കണ്ട് സക്കറിയ പേടിച്ചുപോയി. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എവിടെ വെച്ചാ പ്രാർത്ഥന കേട്ടത്? ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നത്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർ കയ്യിൽ പാസ്പോർട്ട് പിടിച്ചിരിക്കുന്നു, ചിലർ നിയോഗം എഴുതി ഇവിടെ ഇട്ടിരിക്കുന്നു, ചിലർ സ്ഥലത്തിൻ്റെ പ്രമാണം, അവരുടെ കയ്യിൽ കുറച്ച് മണ്ണ്, ചിലരുടെ ഫോട്ടോ, അവരുടെ മൊബൈലിൽ ഒക്കെ അവർ ചില കാര്യങ്ങളൊക്കെ എടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നവരെ ആരാധനയിൽ കണ്ടിട്ടുണ്ട്.
മൊബൈൽ ഓൺ ചെയ്ത് അവരിങ്ങനെ ഫോൺ ഉയർത്തിപ്പിടിക്കും. ചിലരുടെ ഫോട്ടോ, ചിലരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹത്തിൻ്റെ തുടക്കമായിരിക്കും. ദൈവം ഇടപെട്ട മറക്കാനാകാത്തൊരനുഭവം ഇന്ന് നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി അതൊന്ന് പ്രാർത്ഥിച്ചേ. ഇത് പ്രാർത്ഥനയോടെ കടന്നു പോകുന്ന സമയമല്ലേ. ഇതൊരു ആഘോഷമല്ല. പന്തലും ചെമ്പും ഒക്കെ അഴിച്ച് എടുത്തുകൊണ്ട് പോയി ചുമന്നുകൊണ്ട് പോയി വാടക സ്റ്റോറിലേക്ക് കൊണ്ടുപോകുന്ന പോലെ എന്തൊക്കെ അഴിച്ചുകൊണ്ട് പോകുമല്ല. ചിലതൊക്കെ ജീവിതത്തിൽ കയറി വരുന്ന സമയമാണ്. അനുഗ്രഹം കയറി വരുന്ന സമയമാണ്. ദൈവീക നന്മകൾ ജീവിതത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളുടെ 2 കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ച്. സക്കറിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുന്ന വാക്ക ദൈവദൂതൻ പറയുക, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ദൈവം കേട്ടിരിക്കുന്നു. ഇതേ കയ്യിൽ പാസ്പോർട്ട്, പിള്ളേരുടെ കാര്യം, വിസ ശരിയായില്ല, PR കിട്ടില്ല, വീട് ശരിയായില്ല, കടം മാറിയിട്ടില്ല, രോഗവാ, മരുന്ന് മേടിക്കാൻ കാശില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് വിഷമിച്ചിരിക്കുന്നവരോട് ഈ വാക്ക് നിന്നോണ്ട് പറയുവാണ്, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നു, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ഇതൊരു അനുഗ്രഹത്തിന്റെ തുടക്കമായി മാറുന്നു. നല്ലത് ചിലത് ജീവിതത്തിലേക്ക് വരുന്നു. നല്ലത്, ഏറ്റവും നല്ലത് ദൈവം എനിക്ക് തരും. ഏറ്റവും നല്ല ഒരു ജീവിതം എനിക്ക് തരും. ഏറ്റവും നല്ലത് എന്റെ ജീവിതത്തിലേക്ക് ദൈവം അയക്കും. സക്കറിയയോട് പറഞ്ഞു, സക്കറിയ നീ പേടിക്കേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അകത്തും പുറത്തും ഏതു വശത്തും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ചിലപ്പോൾ മുഴുവനായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, കുറച്ചൊക്കെ കഴിഞ്ഞെന്ന് വരുള്ളൂ. മതി, പറ്റുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ മതി, കഴിയുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ മതി, ഒക്കുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ മതി. അകത്തു കയറി ഇരുന്നില്ലേലും കുഴപ്പമില്ല. മുറ്റത്തായാലും ആ ഇന്റർലോക്കിന്റെ അവിടെ ആയാലും വരാന്തയിലായാലും ചാപ്പലിലായാലും എവിടെയും ആകട്ടെ, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളോട് ദൈവത്തിന്റെ ഈ വാക്ക് വിളിച്ചു പറയുകയാണ്, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൈവം എന്റെ കണ്ണുനീരി കണ്ടിരിക്കുന്നു. സക്കറിയ നീ പേടിക്കേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് താഴ്ത്തിക്കേ, കണ്ണുകളൊന്ന് അടച്ചേ. ഈ സക്കറിയ പ്രാർത്ഥിക്കാൻ കുറി വീണപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിലോ, ഞാനൊരു പ്രാർത്ഥനയ്ക്കും വരുന്നില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, ഞാൻ നല്ല പ്രായത്തിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്നെ ആരും ഒരു ധൂപാർപ്പണത്തിനും വിളിക്കണ്ട, ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞായിരുന്നെങ്കിൽ ഈ നന്മ അനുഭവിക്കില്ലായിരുന്നു. അങ്ങനെയുണ്ട് പലരും. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയായില്ല, ഞാൻ കുറേ നടന്നതാ, ഞാൻ കുറേയൊക്കെ പ്രാർത്ഥിച്ചതാ, ഒന്നും നടന്നില്ല, അതുകൊണ്ട് നിർത്തുവാന്ന് അങ്ങനെ പറയരുത്. പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം യാഥാർത്ഥ്യത്തിലാകുന്നത് വരെ പ്രാർത്ഥന ഉപേക്ഷിച്ചേക്കരുത്. അത് കയ്യിൽ യാഥാർത്ഥ്യമായി വരുന്നത് വരെ പ്രാർത്ഥന നിർത്തരുത്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലത്താ ദൈവം കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ദൈവവചനം പറയുന്നു, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകതയോടെ ഇരിക്കും. എന്റെ ഹൃദയപൂർവകമായ കടാക്ഷം എന്നും ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എവിടെ ഇരുന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ കണ്ണും കാതുമുള്ള സ്ഥലത്ത്, ദൈവത്തിന്റെ ഹൃദയമുള്ള സ്ഥലത്ത്, ദൈവത്തിന്റെ കടാക്ഷമുള്ള സ്ഥലത്ത് ഇരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഏറ്റവും നല്ലതിന് ദൈവം അയക്കും. ഏറ്റവും നല്ലത് എന്റെ ജീവിതത്തിൽ വരും. അധികം വൈകാതെ ഞാനത് കാണും, അധികം വൈകാതെ ഞാനത് സ്വീകരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ ഒരുങ്ങുന്നു. ഹല്ലേലൂയ. ഇരുന്നു കൊണ്ട് തന്നെ കരങ്ങളെ പൂർണ്ണമായി ഉയർത്തിപ്പിടിച്ച് എല്ലാ അധരങ്ങളെയും ഒന്ന് തുറന്ന് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി കർത്താവേ, പ്രാർത്ഥിക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത് തരണമേ, ഏറ്റവും നല്ലത് എനിക്ക് തരണമേ, ഏറ്റവും ഉത്തമമായത് എനിക്ക് തരണമേ. ആ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കണമേ, ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കണമേ, ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമേ, ആ നിരാശയിൽ നിന്ന് രക്ഷിക്കണമേ, ആ പടുകുഴിയിൽ തന്നെ വലിച്ചു കയറ്റണമേ, ഈ തകർന്ന അവസ്ഥയിൽ തന്നെ ജീവിതത്തെ പുതുക്കി പണിയണമേ. ഇരുന്നു കൊണ്ട് തന്നെ ആ കരമടിച്ചൊന്ന് ചേർന്ന് പാടാം. ഏറ്റവും നല്ലതിനെ ദൈവം എനിക്ക് തരും.
മടുപ്പു തോന്നാതെ പ്രാർത്ഥിക്കാം. പിന്നെയോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ചേർന്ന് പാടുമോ? മടുപ്പു തോന്നാതെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പിന്നെയോ നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാ. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ അവൻ നല്ലവൻ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. പറഞ്ഞു, വിടുതൽ എന്നും പ്രാപിക്കാം. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആമേൻ. ഞങ്ങൾ ഈ സാഹചര്യങ്ങളെയൊക്കെ പഠിച്ചപ്പോൾ ഒത്തിരി കാര്യം മനസ്സിലായി. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയ എത്ര ആൾക്കാരാണ് നല്ല നല്ല രാജ്യങ്ങളിൽ എത്തിച്ചേർന്നത്, സന്തോഷത്തോടെ ജീവിക്കുന്നത്. സത്യമാണ്. ഇഷ്ടത്തോടെയോ ഇഷ്ടത്തോടെ അല്ലാതെയൊക്കെ വന്നവരുണ്ട്, നിർബന്ധിക്കപ്പെട്ട് വന്നവരുണ്ട്. നിങ്ങളാകുന്ന വേരുകളിൽ ഒഴിച്ചു തരുന്ന ഈ വചനം നിങ്ങളുടെ വീട് മുഴുവൻ അനുഗ്രഹമാകാനിടയാവും. ഏറ്റവും നല്ലത് ഒരു വണ്ടി നിർത്തിയേച്ച ആ വണ്ടിയുടെ ഡോറ് തുറന്ന് ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്ന പോലെ, വീട്ടിലേക്ക് കയറി നടന്നു കയറി വരുന്ന പോലെ ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും. ആമേൻ. വിശ്വസിക്കുന്നു. വിശ്വസിച്ചോ? അത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് മറന്നു പോയേക്കല്ല്, അത് മറന്നു വെച്ച് പോകല്, അത് സ്വീകരിച്ചിട്ട് പോകണം. പ്രാർത്ഥിച്ച സക്രിയയ്ക്ക് എങ്ങനെയുള്ള മകനെയാണ് കൊടുത്തതെന്ന് നോക്കണം. അതാണ് ഏറ്റവും നല്ലൊരു കൊച്ചിനെയാണ് കൊടുത്തത്. ഏറ്റവും നല്ല 10 മക്കളുണ്ടെങ്കിൽ 10 മക്കൾ ഉള്ളതിനേക്കാൾ മിടുക്കനായ ഒരെണ്ണത്തിനെ ദൈവം കൊടുത്തു, ഏറ്റവും നല്ലതിനെ. വായിക്കാം 12-ാമത്തെ വാക്യം. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ, ഒരു മകൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്കൊരു മകൻ ജനിക്കും. എനിക്കോ, മകനോ, ഈ പ്രായത്തിലോ എന്ന് സക്കറിയ ചിന്തിച്ചു കാണും. ജനിക്കാൻ സാധ്യതയുണ്ടെന്നല്ല പറഞ്ഞത്, പ്രാർത്ഥനയോടെ നിന്ന നിനക്ക് ഏറ്റവും നല്ലൊരു മകനെ ദൈവം തരും. ഹല്ലേലൂയ. ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതാന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? 14-ാമത്തെ വാക്യം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. 2 കാര്യമാണ്. നിനക്ക് ഏറ്റവും നല്ലത് തരുമ്പോൾ എന്തുണ്ടാവും? നിനക്ക് എന്തെന്നില്ലാത്തൊരാനന്ദവും നല്ലൊരു സന്തോഷവും സന്തുഷ്ടിയും ഒക്കെ ഉണ്ടാവും. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് തരുമ്പം നിങ്ങൾക്ക് ഇത് രണ്ടും ഉണ്ടാവും: ആനന്ദവും സന്തോഷവും സന്തുഷ്ടിയും. ആമേൻ. അതുണ്ടാവും. ഏറ്റവും നല്ലത് തരും. നിനക്ക് സന്തോഷം തരുന്ന ഒരു മകൻ നിനക്ക് ജനിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പലർക്കും മക്കൾ തലവേദനയാണ്, മക്കളൊരു പേടിയാണ്, മക്കൾ ഭയമാണ്, ടെൻഷനാണ്. ആ സമയത്ത് ആ ഒരു അപ്പനോട് പറയുക, നിനക്കൊരു മകൻ ജനിക്കുമ്പം അവൻ ഏറ്റവും നല്ലതായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളോടും പറയാം, പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ഇച്ചിരിയേലും അവസരം കിട്ടിയാൽ അത് കളയല്ല്. അതൊരു 10 തലമുറയ്ക്കുള്ള അനുഗ്രഹമായി ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ മാറിക്കോളും. ഹല്ലേലൂയ. ബൈബിൾ ഒരു വാക്കുണ്ട്, ഞാൻ തലമുറയായി അവരെ അനുഗ്രഹിക്കുന്നു. ആമേൻ. തലമുറയ്ക്കുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ് ഓരോ പ്രാർത്ഥനയും. ഹല്ലേലൂയ. അടുത്തത്, അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും 15-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനയോടെ നിന്ന സക്കറിയായോട് പറയുക, അവൻ ദൈവസന്നിധിയിൽ വലിയവനായിരിക്കും. വലിയ ഒരാളായിട്ട് മാറും, വലിയവനായിട്ട് മാറും. കൊച്ചു ജനിച്ചിട്ടുണ്ടോ? ഇപ്പം ഇല്ല, കൊച്ചു ജനിച്ചിട്ടില്ല. ജനിക്കുന്നതിന് മുമ്പ് കൊച്ചിൻ്റെ ഭാവി ദൈവം പറഞ്ഞു കഴിഞ്ഞു. ഈ കൊച്ച്
സക്രിയായുടെ ഭാര്യയുടെ ഉദരത്തിൽ ഉണ്ടായിട്ട് പോലുമില്ല. ഇത് പള്ളിയിൽ വെച്ച് പറയുക, മധുബഹയിൽ വെച്ച് പറയുക, ധൂപാർപ്പണ സമയത്ത് സക്രിയയോട് പറയുക, നിനക്കൊരു മകൻ ജനിക്കും, പുള്ളി വലിയ ഒരാളായിട്ട് മാറും, വലിയവനായിട്ട് മാറുമെന്ന്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരനുഗ്രഹമായിട്ട് മാറണം. ആമേൻ. എത്ര വയസ്സായാലും എത്ര ഉയരങ്ങളിലെത്തിയാലും ഏത് രാജ്യത്തെത്തിയാലും അവർ ദൈവസന്നിധിയിൽ വലിയവരായിട്ട് മാറണം. ഹല്ലേലൂയ. വലിയവരായിട്ട് മാറണം. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ഇത് പറയുമ്പോൾ ഒരു സംഭവം പണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം, പേപ്പറിലൊക്കെ വന്ന വാർത്തയാണ്, പക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകില്ല. ഒരു അപ്പനും അമ്മയുമാണ്. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, അധ്യാപകരാണ്, ശമ്പളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ശമ്പളമുണ്ട്, നല്ല വീടുണ്ട്, 2 കാറുണ്ട്, സ്കൂട്ടിയുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, ഒരു കുഴപ്പമില്ല അവർക്ക്. അവർ രണ്ടുപേരും പ്രാർത്ഥന ഇഷ്ടമില്ലാത്തവരാണ്. അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഷട്ടിൽ കോർട്ടുണ്ട്, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കാർ പോർച്ചുകളുണ്ട്, ചെറിയ ഗാർഡനുണ്ട്, ചുറ്റും മതിലുണ്ട്, കൊള്ളാവുന്ന ഗേറ്റുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷെ അവർക്ക് സന്ധ്യയ്ക്ക് പ്രാർത്ഥനയൊന്നുമില്ല. അവർ ദൈവത്തെ വിളിക്കില്ല. അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾക്ക് വീട് കിട്ടിയത്, ഞങ്ങളിങ്ങനെ പള്ളിയിൽ പോയിട്ടും ധ്യാനത്തിന് പോയിട്ടൊന്നുമല്ല ജോലി കിട്ടിയത്, എനിക്കും എൻ്റെ ഭർത്താവിനും ജോലി കിട്ടി, ഞങ്ങളൊന്നും പള്ളിയിൽ പോയിട്ടൊന്നുമല്ല, ഞങ്ങളൊന്നും നിങ്ങളെപ്പോലെ ധ്യാനത്തിനൊന്നും പോകാറില്ല, ധ്യാനകേന്ദ്രത്തിൽ പോലും ഞങ്ങൾ പോയിട്ടില്ല. അവർക്ക് ഈ ധ്യാനം പ്രാർത്ഥിക്കുന്നവരോടൊക്കെ ഒരു പുച്ഛമുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ പോകാറില്ല, ആൾ കൂടുന്നിടത്ത് ഞങ്ങൾ പള്ളിയിൽ ഇടയ്ക്ക് പോവും, എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടെങ്കിൽ പോവും, തിരിച്ചു വരും. പള്ളിക്കുള്ള പിരിവൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും. അതുകൊണ്ട് ആർക്കും ഇവരോട് എതിർപ്പൊന്നുമില്ല. വലിയ ആൾക്കാരാണ്. മകനൊക്കെ 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടി, നല്ല സമ്മാനമൊക്കെ കിട്ടിയ ആളാണ്. +2 മാർക്ക്, നല്ല മാർക്ക് കിട്ടി. അപ്പോൾ അധ്യാപകരും അറിയാവുന്നവരൊക്കെ പറഞ്ഞു, മെഡിസിന് വിട്, സിവിൽ സർവീസിന് പഠിപ്പിക്കാൻ, കോച്ചിങ്ങിന് വിട്, വലിയ സ്വപ്നങ്ങളാണ്, വലിയ ആളായി മാറുന്ന എല്ലാവരും പറഞ്ഞ്. ഒന്നും ആയില്ല. പോലീസ് ഇവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒന്നും ആയില്ല. ബാംഗ്ലൂർ +2 കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹം ബാംഗ്ലൂർ ഒരു വലിയ പ്രസിദ്ധമായ കോളേജിൽ പഠിക്കണമെന്നായിരുന്നു. മാതാപിതാക്കൾ പറഞ്ഞു, ബാംഗ്ലൂർ പോകണോ, നീ ഇന്നതുപോലെ ചെയ്താൽ. അവൻ ബാംഗ്ലൂർ തന്നെ പോകണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. ബാംഗ്ലൂർ തന്നെ അവരുടെ കുടുംബക്കാർ ബാംഗ്ലൂരുണ്ട്. അവരവിടെ പോയി നിന്നു. അവർക്ക് പരിചയമുള്ള അച്ഛന്മാരുണ്ട്, സ്വാധീനമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ സ്വാധീനം ചെലുത്തി അഡ്മിഷനൊക്കെ കിട്ടി, പഠിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ കർണാടകയിൽ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയവനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു, ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച്. പത്രത്തിലെ വാർത്തയാണ് ഈ പ്രസംഗിക്കുന്നത്. ഇപ്പോഴൊന്നും വന്നതല്ല, കുറച്ച് കാലമായി, കൊറോണയ്ക്കൊക്കെ മുമ്പാണ്. അപ്പോൾ ഇങ്ങനെ അതിശയമല്ലേ, കർണാടകയിൽ പോകുമ്പോൾ കർണാടക പോലീസല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഇദ്ദേഹം തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു, അതും ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച്. രാത്രി ബസ്സിൽ കയറി കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിലൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് മാരക ലഹരി വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി ഇവൻ പഠിക്കുന്ന കോളേജിൽ, ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന ഒരാളായി, ഒരു ഏജൻ്റായി മാറുകയും 6 മാസം കൊണ്ട് ആയി മാറുകയും അതിനുശേഷം ആരോ ഒറ്റി തമിഴ്നാട് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. മാസങ്ങളോളം ജയിലിൽ കിടന്നു, പൈസയും സ്വാധീനവും കൊണ്ട് ഇറക്കിക്കൊണ്ട് വന്നു. ഇന്നുവരെയും ഒരു സ്കൂളിലും കോളേജിലും പോയിട്ടില്ല. ഇപ്പം എന്നാന്ന് എനിക്കറിയില്ല, ഒന്നും ആയിട്ടില്ല. ആള് ഈ മാരക ലഹരി ഉപയോഗിച്ച് ശരീരമൊക്കെ പണ്ടത്തെ പോലെ കവിളും മുഖവും കളറൊന്നും ഇപ്പം ഇല്ല. ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു മറുക് പോലെ വലിയൊരു മറുകുണ്ടായി. അത് ഭയങ്കര വേദനയായതുകൊണ്ട് ഷർട്ടിടാനൊന്നും പറ്റത്തില്ലാതെയായിരുന്നു വീട്ടിലിരിപ്പ്. ഷർട്ടിടാൻ അയാൾക്ക് പറ്റില്ലായിരുന്നു. കാരണം ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊരു മറുക് പോലെ വലിയൊരു മറുക് ജന്മനാ ഉള്ളതല്ല, അത് ലഹരിയുടെ ഉപയോഗത്തിലുണ്ടായ ഒരു റിയാക്ഷൻ പോലെ ഉണ്ടായി. വല്ലാതെ മെലിഞ്ഞുണങ്ങി. ഒരു കോളേജിലും ഒരു സ്കൂളിലും പഠിക്കാൻ പോയില്ല. ഒന്നും ആയില്ല, എവിടെ എത്തിയില്ല. സ്കൂളും നാട്ടുകാരും അധ്യാപകരൊക്കെ പറഞ്ഞ വലിയ ആളാകുമെന്ന് പറഞ്ഞതാണ്. ഒന്നും ആയില്ല. ഇപ്പോൾ അവരുടെ അപ്പനും അമ്മയും ഒക്കെ നിയോഗം എഴുതി തരാറുണ്ട്, പേരെഴുതിയിട്ട് വായിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, ഈ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൊച്ചിൻ്റെയും കൂടെ പേര് പറയണം, ഞങ്ങൾ അധ്യാപകരായതുകൊണ്ട് വെള്ളിയാഴ്ചയൊന്നും വരാനൊക്കത്തില്ല, ഞങ്ങളുടെ പേര് പറയാൻ മറക്കല്ലേ. ധ്യാനകേന്ദ്രം എന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നും അങ്ങനെ ഒന്നും പോകാറുള്ള ആൾക്കാരൊന്നും അല്ല, ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ
മറക്കാതെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന മാതാവ് ഓരോ മനുഷ്യനും ഓരോ വേരാണ്, മരത്തിൻ്റെ വേര് പോലുള്ള വേരുകളാണിത്. ആ വേരിൻ്റെ ചോട്ടിൽ ആരൊക്കെയോ ദൈവനിയോഗമുള്ള മനുഷ്യർ പാടിയും പ്രാർത്ഥിച്ചും വചനം തന്നും വളവും വെള്ളവും ഇട്ടുകൊണ്ടിരിക്കുക. ഇത് വേറെ മാത്രമല്ല, നിങ്ങളുടെ വീട് എല്ലാ ശാഖകളിലും ഇതെത്തണം. നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും രക്ഷപ്പെടാനുള്ള വളവും വെള്ളവുമാണ് ഇങ്ങനെ ആഴ്ചയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഗുണം ചെയ്യും. ഇതിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളൊന്നും അങ്ങനെ ഭക്തിക്കാരൊന്നുമല്ല. അവരെ പോലും ധ്യാന കേന്ദ്രങ്ങൾ കയറി നിരങ്ങുന്നവർ ഈ പാട്ടും കൂത്തും കയ്യടിയായിട്ട് നടക്കുന്നവരല്ല. ചിലരങ്ങനെയൊക്കെ പറയാറില്ലേ, പാട്ടും കൂത്തും കയ്യടിയായിട്ട് കുറേ പേര് നടക്കുക. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. സമൂഹത്തിലെ വലിയ ആളുകൾ പോലും ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രദ്ധിച്ചാൽ, യൂട്യൂബ് കണ്ടാൽ നിങ്ങൾക്ക് പിടികിട്ടും. സമൂഹത്തിലെ വലിയ ആളുകൾ, അറിയപ്പെടുന്നവർ പോലും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായി മാറിയിരിക്കുന്നു. അറിയപ്പെടുന്നവർ പോലും, നേതാക്കന്മാർ പോലും, മന്ത്രിമാർ പോലും, വലിയ പോലീസ് ഉദ്യോഗസ്ഥർ പോലും, വലിയ RTOമാർ പോലും, പ്രൊഫസർ ഡോക്ടർമാർ പോലും. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞില്ലേ, പ്രസിദ്ധനായ ന്യൂറോളജിസ്റ്റ് പറയുക, എല്ലാ ദിവസവും വചനം കേട്ടിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. പ്രസിദ്ധനായ കേരളത്തിലെ ന്യൂറോളജിസ്റ്റ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അറിയപ്പെടുന്നയാളാണ്. ലക്ഷക്കണക്കിന് സാലറി മേടിക്കുന്ന ആൾ. മറ്റ് ഡോക്ടർമാർ, ഇതിനൊക്കെ സാറിന് എവിടെ സമയം കിട്ടുക? അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. വലിയ ആളുകൾ പോലും ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾക്കൊന്നും നേരിട്ട് കാണാൻ പോലും ഒരുപാട് പേരുടെ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മിനിറ്റ് ഇവരെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അവർ പോലും ഇന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. നമ്മളെക്കാൾ കൂടുതൽ വചനം അറിയുന്നവരാണ്. എന്തിനാ അവർ പ്രാർത്ഥിക്കുന്നത്? ഒരു അനുഗ്രഹം അപ്പുറത്ത് ഏറ്റവും നല്ലത് വേണമെങ്കിൽ ഇപ്പുറത്തൊരു ആരാധനയും പ്രാർത്ഥനയും വചനവും ദൈവാനുഗ്രഹവും ഒക്കെ വേണം. ഹല്ലേലൂയ. കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം വേണം. നമ്മളൊക്കെ വണ്ടി ഉപയോഗിക്കുന്നവരല്ലേ, വാഹനം ഉപയോഗിക്കുന്നവരല്ലേ. വാഹനം കുറേ ദൂരം പോകുമ്പം എൻ്റെ എണ്ണ തീർന്നു പോയാൽ ആ ഡ്രൈവിംഗ് സ്റ്റിയറിങ്ങിൻ്റെ അപ്പുറത്തെ ഒരു ബോർഡുണ്ട്, അവിടെ ഒരു ലൈറ്റ് അങ്ങ് കത്തും. അത് നമ്മളോട് പറയുമോ, ഒരു സിഗ്നൽ, എണ്ണ തീരാറായി കേട്ടോ, പെട്രോൾ അടിക്കാറായി, ഇനി ഒരു 10-30 കിലോമീറ്റർ ഈ വണ്ടി ഓടത്തുള്ളൂ. ഈ ലൈറ്റ് മൈൻഡ് ചെയ്യാതെ വീണ്ടും ഓടിച്ചാൽ ഈ വണ്ടി വഴി കിടക്കും. ഇതുപോലെ അനുഗ്രഹം തീരുമ്പോൾ ജീവിതത്തിലും ചില ലൈറ്റ് കത്തും. ചില ലൈറ്റ് കത്തുമ്പോൾ നീ ഒരു ദിവസം പോയി ഒന്ന് പ്രാർത്ഥന കൂടിയിട്ട് വാ, നീ ഒരു ധ്യാനം കൂട്, ആ പുള്ളിനെ ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിക്കുക, നീ ഒരു ദിവസം ആ പുള്ളിയെ കണ്ടെന്ന് ഒരു തലേ കഴിച്ച് പ്രാർത്ഥന മേടിക്കുക. ചിലർ മനുഷ്യർ പറയുക, നിൻ്റെ എണ്ണ തീർന്നു, നീ മുന്നോട്ട് പോകാനുള്ള ഇന്ധനം നിറയ്ക്കുക. പ്രാർത്ഥനയും വചനവും ജീവിതത്തെ മുന്നോട്ട് പോകുന്ന പെട്രോളും ഡീസലും പോലെയാണ്, ഇന്ധനമാണത്. അത് നിറയ്ക്കാത്തവരുടെ ജീവിതമാണ് പലതും പാതി വഴിക്ക് നിന്നുപോയത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഹനത്തിൽ ഡീസലോ പെട്രോളോ ഒക്കെ തീരുമ്പോൾ ലൈറ്റ് കത്തും, തീരാറായി. നിങ്ങളുടെ വീട്ടിലും ചില വഴക്ക്, കാര്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നം, ഒന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഇങ്ങോട്ട് പറയുന്നു, എൻ്റെ വീടെന്താ ഇങ്ങനെ? അനുഗ്രഹം തീർന്നിട്ടുണ്ട്, എത്രയും വേഗം അത് നിറച്ചോ എന്ന സിഗ്നലാണത്. വീട്ടിലെ ഓരോ വിഷമവും വഴക്കും ഒക്കെ ഒരു സിഗ്നലാണ്. കാര്യങ്ങൾ എത്രയായിട്ട് നടക്കുന്നില്ലല്ലോ, ആ വിസ വരുന്നില്ല, ആ ജോലി കിട്ടുന്നില്ല, ചില സിഗ്നലാണ്. കുറച്ചുകൂടെ അനുഗ്രഹം വേണം, കുറച്ചുകൂടെ അനുഗ്രഹം പോയി പ്രാർത്ഥിച്ച് മേടിക്കുക, കുറച്ചുകൂടെ അനുഗ്രഹത്തിൽ നിൽക്ക്. അത് മുന്നോട്ട് പോകും, വഴി കിടക്കേണ്ടി വരില്ല. മുന്നോട്ട് പോകാനുള്ള ജീവിതം, മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാണ് ഈ പ്രാർത്ഥന, ഈ വചനങ്ങൾ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവം ഏറ്റവും നല്ലത് തന്ന് അനുഗ്രഹിക്കും, വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. വലിയവനായിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട് തൊട്ട് താഴെ. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല എഴുതിയിട്ടുണ്ട്. അന്നും ഉണ്ടായിരുന്നു ഈ സാധനമൊക്കെ, വീഞ്ഞും മറ്റ് ലഹരിയും. ഇത് ഈ കഴിഞ്ഞ വർഷം വന്നതല്ല, ഇത് ബൈബിൾ എഴുതിയ കാലം അന്നും ഉണ്ടായിരുന്നു, വീഞ്ഞും വെള്ളവും ലഹരിയും എല്ലാം. പക്ഷേ പ്രാർത്ഥനയുള്ള അപ്പനായ സക്രിയായോടും പറയുക ദൈവത്തിൻ്റെ ദൂതൻ, നിനക്ക് ഞാനൊരു മകനെ തരുമ്പം ഏറ്റവും നല്ലതായിരിക്കും. അവിടെയുള്ള പലരെ പോലെ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഉപയോഗിച്ച് റോട്ടിലവൻ കിടക്കുകയില്ല, അവൻ വഴി കിടക്കുകയില്ല,
അവന് നിനക്കൊരു തലവേദന ആയിരിക്കില്ല, ഏറ്റവും നല്ലതായിരിക്കുന്നു. നല്ല കുഞ്ഞുങ്ങൾ, ദൈവം തരുന്ന നല്ല കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജനിക്കാൻ ഇടവരട്ടെ. ദൈവം തരുന്ന നല്ല കൊച്ചുമക്കൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ഏറ്റവും നല്ല മക്കൾ നിങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ. ഏറ്റവും നല്ല ഒരു തലമുറ നമ്മൾക്കുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്ന ഇതിന്റെയൊക്കെ ഗുണം നാളുകളിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം, ഇതിന്റെ ഗുണം നാളെ വരാനിരിക്കുന്നുള്ളൂ. ഏറ്റവും നല്ലത് ദൈവം, ചില മാതാപിതാക്കൾ പറയും, ഏറ്റവും നല്ല കൊച്ചുമക്കളെയാ ദൈവം എനിക്ക് തന്നേ, ഏറ്റവും നല്ല മക്കളെയാ ദൈവം എനിക്ക് തന്നേ. ഏറ്റവും നല്ലത് തരുന്നത് ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇനി 16-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ അവൻ കൊണ്ടുവരും. അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നവനായിരിക്കും. ഏറ്റവും നല്ലതായിരിക്കും. ആമേൻ. ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ദൈവം എനിക്ക് തരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആമേൻ. വിശ്വസിക്കുന്നു. ആർക്ക് തരുന്നത്? പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തരുന്നത്. ഇന്ന് വീടില്ലായിരിക്കും, ഇന്ന് വാഹനമൊന്നുമില്ലായിരിക്കും, ഇന്ന് സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും. നാളെ ഒരു സമയത്ത് വീട്ടിൽ പോയി ഇന്ന് എഴുതി വെക്കണം. ഡയറിയിലോ ഒരു എടുത്തെറിയാത്തൊരു പുസ്തകത്തിനകത്ത് എഴുതി വെച്ചോ, ഇന്ന ദിവസം ഇവിടെ പ്രസംഗത്തിൽ കേട്ട ഈ വചനം ഏറ്റവും നല്ലത് ദൈവം തന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. ഇവിടെ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം നല്ലതൊന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവർ കുടുംബമായി ഇവിടെ വന്നപ്പോൾ പറയുവാണ്, അമ്മ പറയുവാണ്, അച്ചു ഇന്നത്തെ കാലത്ത് ഒരു കുറ്റവും പറയാനില്ല, നല്ലൊരു മകനെയാണ് എൻ്റെ മകൾക്ക് ഭർത്താവായി ദൈവം തന്നത്. എത്ര നന്ദി പറഞ്ഞാൽ മതിയാകത്തില്ല. നല്ലവരെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. ആമേൻ. അതിന് നല്ല പ്രാർത്ഥന വേണം. ഇല്ലെങ്കിൽ കൊള്ളാത്ത ആളുകൾ ജീവിതത്തിൽ കയറി വന്ന് ജീവിതം തകർത്ത് കളയും. ജീവിതം തകർത്ത് കളയും. ഞാൻ പണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പഠിച്ച് ഡോക്ടറായി, നല്ല ഡോക്ടറായി, നല്ല ശമ്പളമായി, എല്ലാം ആയി. പക്ഷേ ഡോക്ടറായതിനു ശേഷം പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, ഒന്നുമില്ലാതിരുന്നു. അങ്ങനെ ഒരാളെ പ്രണയിച്ചു, വിവാഹം കഴിച്ചു, ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഈ ആളെ ഇഷ്ടമാണെന്ന് സ്വന്തം ആങ്ങളയോട് പറഞ്ഞപ്പോൾ ആങ്ങള ഈ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളെ പഠിച്ചപ്പോൾ പറഞ്ഞു, നീ ഇത്രയും വലിയൊരു മണ്ടിയായി പോയല്ലോടി, ഇത്രയും വലിയൊരാളെയാണല്ലോ നീ ഇഷ്ടപ്പെട്ടത്. പിന്നെ അവസാനം കുടുംബക്കാരിടപെട്ട് ആളെ അടിച്ച് ഓടിക്കേണ്ടി വന്നു. മരണത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോഴാണ് ഒരാൾ കൂട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന ആൾ ഡോക്ടറാണ്, ബുദ്ധിയില്ലാത്ത ആളല്ല. എന്താണ് അയാളുടെ അവരുടെ ജീവിതം മുഴുവൻ തകർത്ത് കളയുന്ന ഒരാളാണ് ജീവിതത്തിൽ കയറി വന്ന്. നമ്മുടെ നന്മയെ തകർക്കുന്ന ഒരാളെയും ജീവിതത്തിൽ കയറ്റാൻ അനുവദിക്കരുത്. ആമേൻ. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വാഴയെ വെട്ടുന്ന പോലെ വെട്ടിക്കളയാനാണ് ചിലരൊക്കെ കയറി വരുന്നത്. നല്ല മുഖത്തോടെയും നല്ല ചിരിയോടും വരുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളി ഏറ്റവും നല്ലതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കത്തിയെടുത്ത് വെട്ടും. അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം, ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ ഇടയാകല്ലേ. അതായത് വീടിൻ്റെ ഗേറ്റ് വരെ വന്നോട്ടെ, കുഴപ്പമില്ല, ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മാറ്റി വിടണേ. ദൈവഹിതമില്ലാത്ത ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ വരല്ലേ. ദൈവഹിതമല്ലാത്ത ഒരു മനുഷ്യൻ്റെയും ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ വരാനിടയാകല്ലേ. ദൈവഹിതമല്ലാത്ത ഒരു പിടി മണ്ണ് പോലും എനിക്ക് വേണ്ട. ദൈവഹിതമല്ലാത്തതൊന്നും ഒരു സ്ഥാനവും വേണ്ട, ഒരു പ്രശസ്തിയും വേണ്ട, ഒരു പ്രമോഷനും വേണ്ട. ദൈവഹിതമല്ലാത്തതൊന്നും, ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തിയുടെ നമ്പർ പോലും എൻ്റെ ഫോണിൽ വരാൻ ഇടയാകല്ലേ. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ മകൾക്ക് ഭർത്താവായി വരല്ലേ. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ മകന് ഭാര്യയായിട്ട് വരല്ലേ. നല്ലത് വരാൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നിൽക്കുമോ? നല്ലതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണ്. നല്ല വീട് വേണം. ഇവിടെ ഒത്തിരി ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്. എന്നെ കാണാൻ വന്ന ഒരുപാട് പേർ ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതൊന്നും ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ചെറുപ്പക്കാരെ ഇവിടെ കൊണ്ടുവരുന്ന ഒന്നുമില്ല. സമ്മതിക്കണം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഈ തിങ്ങി ഞെരുങ്ങി ഈ സമയമില്ലാത്ത സമയത്ത് ചെറുപ്പക്കാരൊക്കെ ഇവിടെ വന്നല്ലോ.
ഒത്തിരി സഹോദരന്മാർ ഇവിടെയുണ്ട്. നിങ്ങളെ വളരെ ശ്രേഷ്ഠരായും ബഹുമാനത്തോടെയും കാണുകയാണ്. ഒരാളെ പോലും വന്നല്ലോ വേറെ പണിയില്ലാത്തതുകൊണ്ട് വന്നാന്നല്ല കാണുന്നത്, ശ്രേഷ്ഠരായി കാണുവാണ്. ചില മക്കളെ അമ്മമാരും അപ്പന്മാരും കാണുമ്പോൾ അപ്പുറത്തെ കസേരയിരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഹോ ഇതുപോലെ ഇതേ പ്രായമുള്ളൊരു മകൻ എനിക്കും ഉണ്ടല്ലോ, അവനൊന്നിങ്ങനൊന്നും വന്നില്ലല്ലോ. ഇതേ പ്രായമുള്ളൊരു മകൾ എനിക്കും ഉണ്ടല്ലോ, പക്ഷേ അവളെ വിളിച്ചിട്ട് വന്നില്ലല്ലോ. നിങ്ങളെ ഓർത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആരൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഓ ഇതേ പ്രായമുള്ള ഇവരൊക്കെ എന്തോ ഒരു ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, ആർക്കും കെടുത്താനാകാത്ത ഒരു വെളിച്ചമാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവം തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും കെടുത്താൻ പറ്റാത്ത, പുറമേയുള്ള ആർക്കും കെടുത്താൻ പറ്റാത്തൊരു വെളിച്ചമാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ ദൈവം കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ണുകളെയും ഒന്ന് അടയ്ക്കുമോ? പറ്റുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ വേരുകളാണ്, മരത്തിൻ്റെ വേരാണ് ഇവിടെ ഇരിക്കും, വേരാണ്. ഈ വേര് വെള്ളവും വളവും അങ്ങ് വലിച്ചെടുത്താൽ അതിൻ്റെ എല്ലാ ശിഖരത്തിലും ഇലയിലും അതെത്തും. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, ജീവിത പങ്കാളി രക്ഷപ്പെടണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണ്. വാഹനത്തിൻ്റെ ഇന്ധനം തീരുമ്പോൾ ലൈറ്റ് കത്തും, സിഗ്നൽ തരും. അടുത്ത പമ്പിൽ കയറി 100 രൂപ 500 രൂപ 1000 രൂപയ്ക്ക് അടിച്ചിട്ട് വേണം പോകാൻ കേട്ടോ എന്ന സിഗ്നലാണത്. ചില സിഗ്നൽ ജീവിതത്തിലുമുണ്ട്. അനുഗ്രഹം തീർന്നു, വീട്ടിലൊരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, വഴക്കാണ്. ഇന്ധനം തീരാറായി കുഞ്ഞെ, ഇന്ധനം നിറയ്ക്കാൻ സമയമായി. വാഹനം മാത്രമല്ല, ജീവിതമാകുന്ന ഈ വണ്ടി ഓടണമെങ്കിൽ ഒരു ഇന്ധനം വേണം, ഒരു പ്രാർത്ഥന വേണം, ഒരു ദൈവാനുഗ്രഹം വേണം. ഇല്ലെങ്കിൽ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും വഴി കിടക്കേണ്ടി വരും. ആമേൻ. വഴി കിടക്കേണ്ടി വരും. എണ്ണ തീർന്ന വാഹനം വഴി കിടന്ന് ഉന്തിക്കൊണ്ടു പോകുന്ന കണ്ടിട്ടില്ലേ? തള്ളിക്കൊണ്ടു പോകുന്ന കണ്ടിട്ടില്ലേ? ബൈക്കൊക്കെ എന്ത് പറ്റി? ഇന്ധനം തീർന്നു പോയതാ. ജീവിതം തള്ളിക്കൊണ്ടു പോകേണ്ടതല്ല, ഓടിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അതിന് ഇന്ധനം വേണം. ഏറ്റവും നല്ലതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും യുവാക്കളോടും പറയട്ടെ, നിങ്ങൾ വേണം നിങ്ങളുടെ വീടിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ. ഒരാളും നഷ്ടപ്പെട്ടു പോയേക്കരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ വലിയവരായി മാറണം. കടലും കരയും കടന്ന് കൊള്ളാവുന്ന സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നവർ എത്തണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് സമൃദ്ധിയായ നിലയിൽ രക്ഷപ്പെട്ടു വരണം. ഈ നാടിനെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും പറയിപ്പിക്കണം, ആ പിള്ളേര് കാരണമാ ആ വീട് രക്ഷപ്പെട്ടതെന്ന്, ആ പിള്ളേര് കാരണമാ ആ വീട് എവിടെ വന്നതെന്ന്, ആ പിള്ളേര് കാരണമാ ആ വീടിന്റെ ദാരിദ്ര്യം മാറിയതെന്ന് നാട്ടുകാരെ കൊണ്ടും പള്ളിക്കാരെ കൊണ്ടും പറയിപ്പിക്കാനിട വരണം. അത്രമേൽ ചില അനുഗ്രഹങ്ങൾ കയറി വരണം നമ്മുടെ ജീവിതത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. എല്ലാ യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുക, രക്ഷപ്പെട്ടു വന്നോണം, ഉഴപ്പിപ്പോയേക്കല്ലേ. നല്ല പ്രായത്തിൽ നല്ല സ്ഥലത്തെത്തണം, നല്ല ബന്ധങ്ങളെ സ്വീകരിക്കാവുള്ളൂ. കഴുത്തിന് കത്തിവെക്കുന്ന ജീവിതത്തിന്റെ ബാക്കി മുഴുവൻ കട്ടിലിന്റെ മൂലക്കിരുന്ന് 24 മണിക്കൂറും കരയാനുള്ള ഒന്നിനെ ജീവിതത്തോട് ചേർത്ത് വച്ചേക്കരുത് കേട്ടാ. ജീവിതം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ള ജീവിതത്തെ ചേർത്ത് വച്ചേക്കരുത്. ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണിൽ കണ്ടത് മുഴുവൻ നല്ലതാകണമെന്നില്ല. മനുഷ്യരെ മാത്രം അടുത്തറിയുമ്പോഴേ കാര്യം പിടികിട്ടുള്ളൂ. ദൂരെ നിന്ന് കാണുമ്പോൾ പലരും നല്ലതാണ്, ഇത്രയും നല്ല മനുഷ്യന്മാരുണ്ടോ നമ്മൾ ചിന്തിക്കും. അടുത്തറിയുമ്പോഴാ പലതും തിരിച്ചറിഞ്ഞത്. പലർക്കും ചതി പറ്റിയിട്ടുണ്ട് കേട്ടോ, പലരും തകർന്നു പോയിട്ടുണ്ട് കേട്ടോ, പലരും ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ദൈവസന്നിധിയിൽ വലിയവരാകണം കേട്ടോ. നിങ്ങൾ ദൈവസന്നിധിയിൽ വലിയവരാകണം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോയി കോളേജിൽ പോയി 100 കൂട്ടം പണിയും കഴിഞ്ഞ് സമയമില്ല സമയത്താണ് കയറി വന്നത് അല്ലയോ? പ്രതീക്ഷയോടെ കയറി വന്നതല്ലയോ? അതെ, പ്രതീക്ഷയോടെ. സമയം ഉണ്ടായിട്ടൊന്നുമല്ല, സമയം കണ്ടെത്തി വന്നതാ. പൈസ ഉണ്ടായിട്ടല്ല, കടം മേടിച്ചാ വന്നത്. ശരിയാണ്, പക്ഷെ നിങ്ങൾ വേരാണ്. നിങ്ങൾ മരത്തിന്റെ വേര് പോലെ വേരാണ്. നിങ്ങളെന്ന വേര് വലിച്ചെടുക്കുന്നതൊക്കെ അതിന്റെ എല്ലാ ഇലകളിലും ശിഖരങ്ങളിലും എത്തും. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം നിങ്ങൾക്ക് മാത്രമല്ല, ആരുടെയൊക്കെയോ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ അത് കാരണമാകും. മക്കളും കൊച്ചുമക്കളും അനുഗ്രഹിക്കപ്പെടാൻ ഇത് ഇടയാകും.
നിങ്ങളെല്ലാവരും നിങ്ങളുടെ നിയോഗത്തെ മനസ്സിലോർത്ത് ഈ 3-ാം വെള്ളിയാഴ്ച 7 ആശീർവാദത്തോടെയുള്ള പ്രാർത്ഥന നടന്ന ദിവസം ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷകയിൽ ഒരാൾ പറയുകയാണ്, നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു, എന്താണത്? നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഈ 7 ആശീർവാദത്തോടെയുള്ള പ്രാർത്ഥന ഒരുപാട് പേർക്ക് ഭയങ്കര വിടുതലായി മാറുന്നുണ്ട്, വലിയ സൗഖ്യമായി മാറുന്നുണ്ട്, ജീവിതം അനുഗ്രഹമായി മാറുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ കണ്ടപ്പോഴേ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഞാൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു പോകാനായിട്ട്. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥന ചോദിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വിങ്ങിപ്പോയി, പെട്ടെന്ന് കരഞ്ഞുപോയി. അദ്ദേഹം എന്നറിയത്തില്ല, ഒരു സുഹൃത്തിനെ പോലെ എൻ്റെ തോളത്ത് വന്ന് 1 മിനിറ്റ് അത്രയും സമയം ഈ മുഖം അമർത്തി എൻ്റെ ഈ ഉടുപ്പിൻ്റെ മുകളിൽ അദ്ദേഹം ചാഞ്ഞിരുന്നു. അതിനുശേഷം ഒരു വാക്കിനോട് പറഞ്ഞു, കരയാൻ ഒരു ചുവര് തന്നതിന് ഒരുപാട് നന്ദി. എനിക്ക് ഭയങ്കര ഒരു റിലീസ് അനുഭവിക്കുന്നുണ്ട്, ഒരു സ്വാതന്ത്ര്യം, എന്തോ ഒരു ഭാരം മനസ്സിൽ നിന്ന് പോയതുപോലെ. നിങ്ങൾ തരുന്ന 5 മിനിറ്റ് ഞങ്ങളുടെ ജീവനാണ് കേട്ടോ. നിങ്ങൾ തരുന്ന 5 മിനിറ്റ് ഞങ്ങളുടെ ശ്വാസമാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഈ 5 മിനിറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓരോരുത്തരോടും പറയാം, നിങ്ങൾ ചെലവഴിക്കുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾക്കിതൊരു അനുഗ്രഹമായിട്ട് മാറും, ജീവിത ഭാഗ്യമായിട്ട് മാറും. സക്രിയായും എലിസബത്തും പ്രാർത്ഥന നിർത്തിയിട്ടില്ല, ശുശ്രൂഷ നിർത്തിയിട്ടില്ല. പലരും പറഞ്ഞു, നാണമില്ലേ, മതിയായില്ലേ, നിങ്ങൾക്ക് കുറേ ആയല്ലോ പള്ളിയും പ്രാർത്ഥനയായിട്ട് നടക്കുന്നു, എന്നിട്ടൊന്നും ശരിയായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴും പ്രാർത്ഥന നിർത്താത്ത സക്രിയായ്ക്കും എലിസബത്തിനും ദൈവം കൊടുത്തത് ഏറ്റവും നല്ലൊരു മകനെയാണ്, ഏറ്റവും നല്ല മകനെയാണ്. എനിക്ക് ഈ അനുഗ്രഹയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടും, ഇത് നാളുകളിൽ ഓൺലൈനിൽ കേൾക്കാൻ ഇടയാകുന്നവരോട് പറയാം, ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, മക്കളെ, ജീവിത പങ്കാളിയെ ഏറ്റവും നല്ലത് നൽകി എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം നൽകി, നല്ല ആയുസ് നൽകി, നല്ല സൗകര്യം നൽകി, നല്ല വിശ്വാസം നൽകി, നല്ല ബന്ധങ്ങൾ നൽകി, ഏറ്റവും നല്ലത് നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഏറ്റവും നല്ലത് നൽകി അനുഗ്രഹിക്കും. 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു നിമിഷം ശ്രദ്ധിച്ചു കേട്ടെ. ഗോതമ്പ് പാടത്തിലൂടെയും നെൽപ്പാടത്തിലൂടെയും പോകുമ്പോൾ നെൽക്കതിരുകൾ കൈകൊണ്ട് ഇങ്ങനെ ഊർന്നെടുത്ത് അത് കയ്യിൽ സൂക്ഷിക്കുന്നത് പോലെ ഇതിലെ കൈ നീട്ടി നടന്നു പോകുമ്പോൾ, കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കുള്ള നന്മകളെ ഊർത്തെടുത്ത് കൊണ്ടുപോകാൻ മറന്നേക്കല്ല് കേട്ടോ. മറന്നുവച്ച ഫോൺ തിരിച്ചെടുക്കാൻ വരുന്ന വേഗത്തിൽ ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെ എടുത്തോണ്ട് പോകാൻ ഇടയാകണം. ഈ വഴിയിലൂടെ പോകണം. നാളെ ഒരു സമയത്ത് ഒരു സാക്ഷ്യമായി കയറി വരണം. ഒന്ന് കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി, കരങ്ങളെ തുറന്ന് ജീസസ്, ഹല്ലേലൂയ. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് എനിക്ക് തരാൻ ദൈവം തിരുമനസ്സാകുന്ന ദിവസം, ദൈവം അനുഗ്രഹിക്കുന്ന ദിവസം, ഏറ്റവും നല്ലത്. ആമേൻ. കരങ്ങളെ ചേർത്തടിച്ചൊന്ന് പാടാം. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷതരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. ഏറ്റവും നല്ലത് പാടിയേ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷതരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായ. അതുകൊണ്ട് പാടണം. യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ അവൻ നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ നൽകിടും യേശു മതിയായവൻ. ചെന്ന് പാടുമോ? ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ അവൻ നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ നൽകിടും. കാരണം യേശു മതിയായ. കരമുയർത്തി അടിച്ചതുകൊണ്ട് പാടുമോ? യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി,
സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. ആമേൻ. കണ്ണുകൾ നടച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. ഓരോരുത്തരും ഒരാത്മാവിൻ്റെ വില ഈ ലോകത്തേക്കാൾ വലുതാണ്. അതിനാൽ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. ഓരോ പ്രാർത്ഥനയും ഒരനുഗ്രഹത്തിൻ്റെ വാതിലിനെ പതുക്കെ തുറന്നു തരികയാണ്. പരിശുദ്ധാത്മാവേ, ഇന്ന് കേട്ട വചനം ഹൃദയത്തിനകത്ത് മാഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ ഒരു ചെറിയ കൃപ എനിക്ക് തരണമേ. ഇന്ന് കേട്ട വചനമേ, ഹൃദയത്തിൽ നിന്നങ്ങ് മാഞ്ഞു പോകാതിരിക്കാൻ, അതൊന്ന് ഉള്ളിൽ സൂക്ഷിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. ഏറ്റവും നല്ലതിനെ എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.